ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇവിടെ രണ്ടുപേരും എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. എഴുന്നേറ്റതേ ഉള്ളൂ. ഞാൻ രാവിലെ ദോശയാണ് ഉണ്ടാക്കിയത്. ദോശയും ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ഒരാൾ എഴുന്നേറ്റ് ടി വി നോക്കിയിരിക്കുന്നുണ്ട്. ബ്രഷ് ചെയ്തിട്ടില്ല. ഇവിടെ തേണ്ട ഒരാൾ നടക്കുന്നു. തണുപ്പായിരുന്നു രാത്രിയിൽ. അവരുടെ വീഡിയോ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും അല്ലേ? കുഞ്ഞിൻ്റെ വീഡിയോ, ചേച്ചിയുടെ വീഡിയോ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം രാവിലെ എന്താ കഴിക്കുന്നത്? ദോശയും ഗ്രീൻ പീസും കഴിക്കാവേ കേട്ടോ. ഞാൻ ഇച്ചിരി പാലടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇച്ചിരി കാപ്പിയും ചായയും ഒക്കെ എനിക്ക് നിർബന്ധമാണ്. എൻ്റെ ഒരു ദിവസത്തെ എനർജി മൊത്തം ഇതിനകത്താണ്. ഇത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. എൻ്റെ ഗ്രീൻ പീസ് കറി തന്നെ മതിയെന്ന് ഞാൻ ഓർത്തതാണ്. പിന്നെ ഞാൻ ഓർത്തു കുഞ്ഞിക്കുട്ടിക്ക് ചമ്മന്തി ഭയങ്കര ഇഷ്ടം കേട്ടോ. തേങ്ങാ ചമ്മന്തി ദോശയാണ് ഇഷ്ടം. അപ്പോൾ അതങ്ങ് ഉണ്ടാക്കാമെന്ന് കരുതിയേ. എത്ര നേരം വേണം അല്ലേ? അതിനെ ഇവിടെ വന്ന് ഓരോ കുരുത്തക്കേട് കാണിക്കുകയാണ്. ഉള്ളി എടുത്ത് പിച്ചാത്തിയൊക്കെ എടുത്ത് മുറുക്കിയൊക്കെയാണ്. കറിവേപ്പിലില്ല കേട്ടോ. എൻ്റെ ചെറിയ കറിവേപ്പില പറിച്ചതാണിത്. സാധാരണ ഞാൻ ഇത്ര അരയ്ക്കാറില്ല കേട്ടോ. ഇത്രയും അരഞ്ഞ് പോകാറില്ല. ഇച്ചിരി ഏറെ അരഞ്ഞു പോയി കേട്ടോ. ചമ്മന്തി കുറച്ചേറെ അരഞ്ഞു. ഇനി 2 ദോശയും കൂടെ ചുടട്ടെ. ഇവിടെ വരാനേ അങ്ങോട്ട് പോകുന്നതിന് എനിക്ക് ഓടാനൊന്നും വയ്യ. പിടിക്കട്ടെ. പിടിച്ചോ പാട്ടം പിടിച്ചോ. ചെറുക്കനെ കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഇങ്ങോട്ട് വന്നോളൂ. പുറത്തൊക്കെ കുറച്ച് നേരം കറങ്ങി അടിച്ചതിന് ശേഷം ഇവിടെ കഴിക്കാനെത്തിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 10 മണിയൊക്കെ ആകും ആഹാരം കഴിക്കണമെങ്കിൽ, സ്കൂളില്ലാത്ത ദിവസം. അതും നമ്മൾ നിർബന്ധിച്ച് കഴിപ്പിച്ചാലേ കഴിപ്പ് നടക്കത്തുള്ളേ. ആഹാരം കഴിക്കാൻ മടിയുള്ള പിള്ളേരെ കഴിപ്പിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ജോലി തന്നെ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അപ്പം കുഞ്ഞാക്കും കുറച്ച് ദോശ കൊടുത്ത് നോക്കുന്നുണ്ട്. ആൾ കഴിക്കുന്നില്ല, തുപ്പിക്കളയവാണ്. രാവിലെ ഒരു 10-10:30 വരെ എന്തായാലും ഇങ്ങനെ സമയം പോക്കാണ്. ഓക്കെ, ബൈ.